അനീഷ് ഒരു തരം നിസ്സംഗമായ മറുപടി ആണ് കൊച്ചിയിൽ നിന്നുള്ളത്. വിലക്കയറ്റമാണ്, എന്ത് ചെയ്യും എന്നുള്ളതാണ് അവിടുത്തെ ജനങ്ങളുടെ ഉപഭോക്താക്കളുടെയൊക്കെ പ്രതികരണം. കോഴിക്കോടേക്ക് എത്തുമ്പോൾ എന്താണ് ഒരുപക്ഷെ കൊച്ചിയിലെ വില തന്നെ ആകണമെന്നില്ല കോഴിക്കോട്. അങ്ങനെ സംസ്ഥാനത്തെ 14 ജില്ലകൾ പരിശോധിച്ചാൽ 14 ജില്ലകളിലും വ്യത്യസ്തമായ വിലയാണ് ഓരോ ഉൽപ്പന്നങ്ങൾക്കും എന്നതുകൂടിയാണ് കൗതുകം. തീർച്ചയായും ഓരോ ജില്ലയിലേക്കും എത്തുമ്പോൾ അതിനനുസരിച്ചുള്ള സാഹചര്യങ്ങൾ അടിസ്ഥാനമാക്കിയാവും വിലയിൽ മാറ്റമുണ്ടാവും. എന്തായാലും നമുക്കിപ്പോൾ കോഴിക്കോട്ടെ സെൻട്രൽ മാർക്കറ്റിൽ ഈ മത്സ്യക്കച്ചവടം നടത്തുന്ന ഒരു വ്യാപാരിയുടെ അടുത്താണ്. അവിടെ മത്സ്യക്കച്ചവടം പൊടിപൊടിക്കുന്ന കാഴ്ച നമുക്ക് കാണാൻ കഴിയും. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി തന്നെ വലിയ ഉയരത്തിലായിരുന്നു മത്സ്യവില ഉണ്ടായിരുന്നത്. പക്ഷേ ആ വിലയിൽ ചെറിയ മാറ്റം പ്രകടമായിരിക്കുന്നു എന്നതാണ് നമുക്ക് മത്സ്യ മാർക്കറ്റിൽ നിന്നും നൽകാൻ കഴിയുന്ന ഏറ്റവും വലിയ വിവരം. മത്തിവില ഏതാണ്ട് 260 എത്തിയിരിക്കുന്നു എന്ന് തന്നെയാണ് കച്ചവടക്കാർ പറയുന്നത്. നമുക്ക് അവരോട് തന്നെ ചോദിക്കാം. ചേട്ടാ, മത്തിയുടെയൊക്കെ വില ഇപ്പോൾ എങ്ങനെയുണ്ട്? മത്തിന്റെ വില ഇന്ന് വില കുറവാണ്, ഇനി നാളത്തെ എന്താണെന്ന് അറിയില്ല. പച്ചക്കറിന്റെ മാതിരിയാണ്. ഓരോ ദിവസം ഓരോ വിലയാണോ? ഓരോ ദിവസം ഓരോ വില. ഇന്നിപ്പോ മത്തിക്ക് എത്രയുണ്ട് കിലോയ്ക്ക്? ഇന്ന് കിലോ 260 രൂപ. വലിയ തോതിൽ ഉയർന്നതാണല്ലേ? വലിയ തോതിൽ ഉയർന്നതാണ്. ഇപ്പൊ കുറഞ്ഞിക്കിന്, ഇനിയും അങ്ങനെ കുറയാനും സാധ്യതയുണ്ട്, നാളെ കൂടാനും സാധ്യത ഉണ്ടാവും. സ്വർണത്തിന്റെ ഒക്കെ വില പോലാണോ ഓരോ ദിവസവും? സ്വർണത്തിന്റെ മാതിരി തന്നെ വില അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കുറയും. പച്ചക്കറിക്കും മീനിന് സ്വർണത്തിനൊക്കെ വില കുറയാം. മറ്റേ ഫിക്സഡ് റേറ്റാ. ഇതിപ്പോ ആളുകളുടെ വാങ്ങുന്നത് കുറഞ്ഞിട്ടുണ്ടോ? ഈ കച്ചവടം അന്നേരം മീൻ ജീവിക്കാതെ വെക്കേണ്ടി വരും. തിന്നണ്ടേ, പൈസ തിന്നാകയില്ലല്ലോ. മീൻ തന്നെ കറിയാക്കേണ്ടി വരും. അന്നേരം എന്ത് വിലയിലും ആളുകൾ വാങ്ങും. അല്ല, കച്ചവടത്തിൽ വലിയ ഇടിവൊന്നും ഉണ്ടായിട്ടില്ല. കച്ചവടത്തിൽ വിലന്റെ അനുസരിച്ച് വില ഇടിവുണ്ടാവും. വാങ്ങലോ നിർത്തിയിട്ടില്ല പൂർണ്ണമായിട്ടും അല്ലേ? വാങ്ങാതിരിക്കുന്നില്ല. എന്തായാലും വാങ്ങാതിരിക്കില്ലല്ലോ. ആവശ്യ സാധനങ്ങളല്ലേ, നിത്യോപയോഗ സാധനങ്ങളല്ലോ. വാങ്ങാതെ പൈസ ഉണ്ടെങ്കിൽ കറി വെക്കാൻ പറ്റില്ലല്ലോ. അത് തന്നെയാണല്ലേ, എത്ര വില വന്നാലും വാങ്ങാതിരിക്കാൻ പറ്റില്ല. അങ്ങനെ തന്നെയാണോ? അതങ്ങനല്ല. അത് കേരളീയർക്ക് മത്സ്യം ഒഴിവാക്കാൻ കഴിയുന്ന ഒരു അവസ്ഥ ഇല്ല. അതിലൊരു പ്രധാന കാരണം അതാണ്. എന്ത് തന്നെ ഇപ്പം നമ്മൾ ചോറ്, അരിഭക്ഷണം കേരളീയർക്ക് ഒഴിവാക്കാൻ കഴിയും, ദക്ഷിണേന്ത്യക്കാർക്ക് ഒഴിവാക്കാൻ കഴിയും. അതുപോലെ തന്നെ കേരളീയർക്ക് വളരെ പ്രധാനമാണ് കറികളിൽ മത്സ്യം. അത് ഇപ്പോൾ എന്ത് തന്നെ ആയാലും പൊന്നുവില, ചിലപ്പോൾ പൊന്നുവിലയിലേക്ക് പോയാൽ പോലും ഒരു അല്പെങ്കിലും വാങ്ങാതെ കേരളീയർ ഭക്ഷണം കഴിക്കില്ല എന്നുള്ള ഉറപ്പാണ്. അപ്പോൾ വിലനെ സംബന്ധിച്ച് ആരോപണങ്ങളൊക്കെ ഉണ്ടാവും. അതിനനുസരിച്ച് ഗവൺമെന്റും അതോറിറ്റി ഇടപെടും. അതൊക്കെ സ്വാഭാവികമാണ്. അതുപോലെ അപ്പോഴൊക്കെ തന്നെ കേരളീയരായവർ മത്സ്യം ഉപേക്ഷിക്കുക എന്നുള്ളത് ഇമ്പോസിബിളാണ്. വില അല്പം ജാസ്തി ആയാലും സാധനം വാങ്ങുന്നുണ്ട്. കച്ചവടം ലേശം കുറയായിരിക്കുമെങ്കിലും മത്സ്യം വിറ്റുപോകും. എത്ര കിലോ മത്തിയാണോ വാങ്ങിയത്? എങ്ങനെ? മത്തിയാണോ വാങ്ങിയത്? അതെ, മത്തിയാണ്. മത്തി കടലൂരിൽ നിന്ന് വരുന്ന മത്തിയുണ്ട്. അത് വളരെ ടേസ്റ്റിയാണ്. ഞാനതാ വാങ്ങിയത്. എപ്പോഴും വാങ്ങുകയാണെങ്കിൽ ആരോടും പറഞ്ഞോളൂ ധൈര്യമായിട്ട് കടലൂർ മത്തി വാങ്ങാൻ. എങ്ങനെയുണ്ട് ഈ വിലക്കയറ്റം മൊത്തത്തിൽ ബാധിക്കുന്നില്ലേ? വിലക്കയറ്റം വിലക്കയറ്റത്തിന്റെ പ്രശ്നം വരുന്നതെന്ന് വെച്ചാൽ പല കാരണങ്ങൾ കൊണ്ട് വിലക്കയറ്റത്തിന്റെ പ്രശ്നം വന്നിട്ടുണ്ട്. അതായത് കടൽക്ഷോഭം, തമിഴ്നാട്ടിലും മറ്റൊക്കെ ട്രോളിങ്. ഇവിടെ ഇപ്പോൾ ട്രോളിങ് തുടങ്ങി. തമിഴ്നാട്ടിൽ ട്രോളിങ് അവസാനിച്ച് വരുന്നേ ഉള്ളൂ. ആ നിലക്കാണ് വിലക്കയറ്റത്തിന്റെ ഒരു പ്രശ്നം കൂടുതലായിട്ട് മാറിയിട്ടുള്ളത്. അപ്പോൾ പൊതുവെ എല്ലാത്തിനുണ്ടല്ലോ. ഇപ്പോൾ ഈ കാലാവസ്ഥാ വ്യതിയാനം വളരെ പ്രധാനമാണ്, ഇൻവോൾവ് ആണ് ഇക്കാര്യത്തിൽ. തീർച്ചയായും അത്തരത്തിൽ പല കാര്യങ്ങളും, പ്രത്യേകിച്ചും ഈ നിരോധനമൊക്കെയാണ്. അനീഷ്, കോഴിക്കോടുള്ള മത്സ്യ മാർക്കറ്റിൽ ആണ് ഉള്ളത്. അവിടെ ഈ പ്രേക്ഷകർ തന്നെ സൂചിപ്പിക്കുന്നത് പോലെ ട്രോളിംഗ് നിരോധനം ഒക്കെ ഈ വിലക്കയറ്റത്തിന് കാരണമാകുന്നു എന്ന് പറയുന്നു. കാലാവസ്ഥാ വ്യതിയാനം എന്നതൊരു പരിധിവരെ മത്സ്യത്തിന്റെ വില വർദ്ധിപ്പിക്കുന്നു എന്ന് പറയുമ്പോൾ ഡാൻ ആണ് തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നത്. ഡാൻ, ഇതിപ്പോൾ മത്സ്യത്തിന്റെ വില കയറുന്നത് ആ നിലയിൽ നമുക്ക് വിലയിരുത്താം. അത് ട്രോളിംഗ് നിരോധന സമയത്ത് മത്സ്യത്തിന് വില കൂടാറുണ്ട്. പക്ഷേ ഇതിപ്പോൾ ഇരട്ടിക്ക് മുകളിലേക്കൊക്കെ എത്തിയിരുന്നു മത്തിയുടെ വില. മത്തിക്കാണിപ്പോൾ ഏറ്റവും ഉയർന്ന വില. അത് സമൂഹ മാധ്യമങ്ങളിലടക്കം ട്രോളാകുന്ന ഒരു സാഹചര്യം പോലും ഉണ്ടാകുന്നുണ്ട്. തിരുവനന്തപുരത്ത് ഈ പച്ചക്കറി വില അടക്കം എങ്ങനെയാണ് ഉള്ളത്? അവിടുത്തെ ആളുകളെ അതെങ്ങനെയാണ് ബാധിക്കുന്നത്?
അഭിലാഷ്, ഞാനിപ്പോൾ നിൽക്കുന്നത് ചാലക്കമ്പോളത്തിലെ പ്രധാനമായി ഈ പച്ചക്കറിയുടെ മൊത്ത വ്യാപാരവും ചില്ലറ വ്യാപാരവും ഒക്കെ നിൽക്കുന്ന സ്ഥലത്താണ്. കനത്ത മഴ പെയ്തതിന്റെ ഒരു ആലസ്യമുണ്ട്. അതുകൊണ്ട് തന്നെ ആ സാധനം വാങ്ങുന്നതിന് വേണ്ടി അവധി ദിവസമായിട്ട് കൂടി ആളുകളൊക്കെ എത്തിത്തുടങ്ങാൻ പോകുന്നുള്ളൂ. കാരണം നമുക്കറിയാം ഇവിടെ മഴ പെയ്താൽ എന്താണ് ഈ കാണുന്നതാണ് കാഴ്ച. മുഴുവൻ ചെളി നിറഞ്ഞ അവസ്ഥയാണ്. അതിനിടയിൽ ഈ കച്ചവടം നടത്തുക എന്ന് പറയുന്നത് കച്ചവടക്കാർക്കും ദുരിതപൂർണമായ ഒരു അവസ്ഥ തന്നെയായിരിക്കും. എന്തായാലും ഇതിനിടയിലാണ് ഇവിടെ ഈ കച്ചവടം ഇങ്ങനെ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തായാലും പ്രധാനമായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ ചില പച്ചക്കറി സാധനങ്ങളുടെ വില കുറഞ്ഞിരിക്കുന്നു, അതോടൊപ്പം ചിലതിന്റെ വില കൂടിയിരിക്കുന്നു. ഇത് ചില്ലറ വിൽപ്പന നടത്തുന്ന ഒരു പച്ചക്കറി കടയാണ് ചാലക്കമ്പോളത്തിൽ. ചേട്ടാ, ഏറ്റവും വില കൂടി നിൽക്കുന്ന ഏതിനൊക്കെയാണ്? ബീൻസ്, ഇഞ്ചി, വേറെ ഇത്. ബീൻസിന് എത്രയാണ് ഇപ്പം? ബീൻസ് 160. 160. ഇഞ്ചിക്കോ? 160 രൂപ. ഇഞ്ചിക്ക് 160 രൂപ. തക്കാളിക്കോ? 80 രൂപ. മുളകോ? മുളക് 60 രൂപ. മുളകിന് 60 രൂപ. ഓക്കെ. ഈ വില കുറഞ്ഞത് ഏതിനാണ്? വില കുറഞ്ഞ് മുളക്, കത്തിരിക്ക, വെണ്ട. 60 രൂപയുള്ള അതിനാണ് വില കുറഞ്ഞത്. ഈ മഴ നിങ്ങളെ എങ്ങനെയാണ് ബാധിച്ചേക്കുന്നത്? സാധനങ്ങൾ വാങ്ങിക്കാൻ ആളുകൾ കുറവ് തന്നെ. ആളുകൾ കുറവാണ്. അപ്പൊ ഇത് എന്ത് ചെയ്യും? മിച്ചം വരുന്നത് എന്ത് ചെയ്യും? നാളെ കച്ചവടക്കാർക്ക് വില കുറച്ച് കൊടുക്കും. മൊത്തം കച്ചവടക്കാർ ഇവിടെ വന്ന് എടുത്തോണ്ട് പോകും. അപ്പോൾ അതാണ് അഭിലാഷ സ്ഥിതി. ഇത് ചില്ലറ വ്യാപാര സ്ഥാപനമാണ്. ഇവിടെ ഈ മഴ വരുമ്പോൾ ഏറ്റവും കൂടുതൽ പ്രതിസന്ധിയിലാകുന്നത് ഇത്തരത്തിൽ ചില്ലറ വിൽപ്പന നടത്തുന്നവരാണ്. കാരണം വലിയ മൊത്ത വ്യാപാര സ്ഥാപനങ്ങളൊക്കെ മറ്റ് സ്ഥലങ്ങളിൽ നിന്ന് ഈ സാധനങ്ങൾ വാങ്ങിക്കൊണ്ട് പോകാനായി കച്ചവടക്കാർ എത്തുന്നത് കൊണ്ട് വലിയ തരത്തിൽ അതവരെ ദോഷകരമായി ബാധിക്കാറില്ല. പക്ഷേ ഈ ചില്ലറ വിൽപ്പനക്കാരെ സംബന്ധിച്ച് അവർ അന്നന്ന് ഈ വിറ്റുപോകുന്ന കാര്യങ്ങൾ കൊണ്ട് അവരുടെ ദൈനംദിന ആവശ്യങ്ങൾ നിറവേറ്റുന്ന ആളുകളാണ്. അങ്ങനെയുള്ളവരെയാണ് ഈ വിലക്കയറ്റം ഏറ്റവും കൂടുതൽ, അല്ലെങ്കിൽ ഇത്തരം കെടുതികൾ, മഴയടക്കമുള്ള കെടുതികൾ ഏറ്റവും ദോഷകരമായി ബാധിക്കുന്നത്. ഇതാണ് ഈ ചാലക്കമ്പോളത്തിലെ പ്രധാനപ്പെട്ട ഒരു മൊത്ത വ്യാപാര സ്ഥാപനം. മുജീബ്, അദ്ദേഹമാണ് ഈ സ്ഥാപനത്തിന്റെ ഉടമ. അവര് രാവിലെ ഈ ഇതുമായി ബന്ധപ്പെട്ട, അല്ലെങ്കിൽ ഈ വിൽപ്പന നടത്തുന്ന സാധനങ്ങളൊക്കെ ഒരുക്കി ഈ പെട്ടിയിലാക്കി അത് പുറത്തേക്ക് വെക്കുന്ന ജോലികളിൽ ഏർപ്പെട്ടിരിക്കുകയാണ്. ഒരുപക്ഷെ ഈ 160 രൂപ പറഞ്ഞ ഈ ബീൻസ് അടക്കമുള്ള ഈ ചില്ലറ വിൽപ്പനക്കാർ വിൽക്കുന്ന സാധനങ്ങൾക്ക് ഇവിടെ ഏതാണ്ട് 120 രൂപ വരെ മാത്രമേ വിലയുള്ളൂ എന്നാണ് നമുക്ക് അല്പസമയം മുമ്പ് അദ്ദേഹവുമായി സംസാരിച്ചപ്പോൾ മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അവരൊക്കെ ഈ മഴയുടെ ഒരു പ്രയാസമുണ്ട്. അതുകൊണ്ട് ഈ അതിശക്തമായി മഴ പെയ്യുന്ന സാഹചര്യം ഉണ്ടായാൽ ഈ സാധനങ്ങൾ വെള്ളം കയറുന്ന അവസ്ഥയുണ്ടാകും. അതുകൊണ്ട് അത് ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ സാധനങ്ങളൊക്കെ മാറ്റി പല സ്ഥലങ്ങളിലേക്ക് വെക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തുന്നത്. എന്തായാലും ഈ വ്യാപാര സ്ഥാപനത്തിന്റെ ഉടമ മുജീബ് നമ്മളോടൊപ്പം ചേരുന്നു. ഇന്ന് എങ്ങനെയുണ്ട് കച്ചവടം? എങ്ങനെയുണ്ട് ഇപ്പം? മഴയാവുകൊണ്ട് ശകലം ഇത്തിരി മോശമാണ്, അല്ലെങ്കിൽ പ്രശ്നം വരുന്നില്ല. പിന്നെ ഈ റോഡിന്റെ പണി നടക്കുന്നതുകൊണ്ട് വണ്ടി വരാനും ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതായത് അല്ലാത്ത സമയത്ത് നമുക്ക് ഒരു 10 ലോറിയോളം വന്നുകൊണ്ടിരുന്ന സമയത്ത് ഇപ്പോൾ ഒരു 3 ലോറിയേ വരുന്നുള്ളൂ. ആകെ 3 ലോഡേ വരുന്നു. 3 ലോഡ് 4 ലോഡ് അങ്ങനെ വരുന്നു ദിവസേന. മറ്റേന്ന് വെച്ചാൽ ഒരു 10-15 വണ്ടി വരുമായിരുന്നു. ഇപ്പൊ ഈ റോഡ് പണി നടക്കുന്നതിന്റെ ഒരു ബുദ്ധിമുട്ട് വരുന്നുണ്ട്. അതുകൊണ്ട് സാധനങ്ങളുടെ വിലയെ അത് ഏതെങ്കിലും തരത്തിൽ ബാധിച്ചിട്ടുണ്ടോ? ഇല്ല, അങ്ങനെ ഇല്ല. അതായത് ഈ ഭയങ്കരമായിട്ടുള്ള വില മാറ്റങ്ങൾ വരുന്നില്ല. അതായത് ഇപ്പൊ ബീൻസ് ഇപ്പൊ 120 രൂപ ഉണ്ട്, ക്യാബേജ് 40 രൂപ റേറ്റ് ഉണ്ട്, ക്യാരറ്റ് ഫസ്റ്റ് ആണെങ്കിൽ 60 രൂപ വില ഉണ്ട്, സെക്കൻഡ് ക്യാരറ്റ് ആണെങ്കിൽ 30. പച്ചമുളകിനോ? പച്ചമുളക് ഇന്നിപ്പോ 60 രൂപ റേറ്റ് ഉണ്ട്. 60 രൂപ. അപ്പൊ ഇവിടെ നിന്ന് സാധാരണ ഈ വ്യാപാര സ്ഥാപനങ്ങൾ മറ്റ് ചെറിയ കടകൾ നടത്തുന്നവരാണോ വാങ്ങുന്നത്, അതോ മറ്റേ ആളുകൾ വരാറുണ്ടോ? മെയിനായിട്ട് നമുക്ക് കടക്കാരാണ് വാങ്ങിക്കൊണ്ട് വാങ്ങിക്കൊണ്ടു. അപ്പൊ ഈ മഴയാണ് നിങ്ങൾക്ക് ഉണ്ടാകുന്ന ഒരു മഴയാണ്. ഇപ്പൊ മഴയെ നമുക്ക് ആർക്കും കുറ്റപ്പെടുത്താൻ പറ്റത്തില്ലല്ലേ. അത് ആ ഒരു പ്രശ്നം വരുന്നത്. അപ്പോൾ അഭിലാഷ്, അങ്ങനെയാണ് കാര്യങ്ങൾ. ഈ മഴയുണ്ടാക്കുന്ന പ്രതിസന്ധിയാണ് ഇവരുടെ ഈ കച്ചവടത്തെ ദോഷകരമായിട്ട് ബാധിക്കുന്നത്. അതോടൊപ്പം തിരുവനന്തപുരം നഗരത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന പുരോഗമിക്കുന്ന നിർമ്മാണ പ്രവർത്തനങ്ങൾ, അതായത് 15 ലോഡ് ദിവസേന എത്തിക്കൊണ്ടിരുന്ന സ്ഥലമാണിത്. അവിടേക്ക് ഇപ്പോൾ 3 ലോഡും മാത്രമാണ് ആ പച്ചക്കറികൾ എത്തുന്നത്. അതിന്റെ ഒരു പരിമിതിയാണ് ഈ വ്യാപാര സ്ഥാപനത്തിന്റെ ഉടമകളൊക്കെ പങ്കുവെക്കുന്നത്. എന്തായാലും മഴക്കാലം ശക്തിപ്പെട്ടു വരുന്നതേയുള്ളൂ. അതിനു മുമ്പ് തന്നെയാണ് ഇത്തരത്തിലുള്ള ദുരിതം. അപ്പോൾ വീണ്ടും ആ പ്രതിസന്ധി വർദ്ധിക്കുന്ന സാഹചര്യമുണ്ടായാൽ സ്വാഭാവികമായി നമുക്കറിയാം അത് പച്ചക്കറിയുടെ വില ഉയരുന്ന തരത്തിലേക്ക് തന്നെ കാര്യങ്ങൾ എത്തിക്കുമെന്ന കാര്യത്തിൽ സംശയമൊന്നും വേണ്ട. അഭിലാഷ്, തിരുവനന്തപുരത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കമ്പോളമാണ് ചാല മാർക്കറ്റ് എന്നത്. അവിടെ നിന്നുള്ള മൊത്ത വ്യാപാരികളുടെ പ്രതികരണം അടക്കമാണ് ഡാൻ നൽകിയത്. വീണ്ടും